സക്സസ് ആയില്ല. ഓക്കെ. ഏതെങ്കിലും ഒരു ഐസിയെങ്കിലും ചെയ്യലുണ്ടായിരുന്നോ? ഒരു ഐസിയും ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ആ കംപ്ലൈന്റ് വരുന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിട്ടില്ല. പിന്നെ ജയ സാറ് മുന്നേ ഒരു കേട്ടറിവുണ്ട്. സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് മെയിൻ ആയിട്ട് വന്നതാണ്. ജയ സാർ. സൽമാൻ എവിടെ വരുന്നത്? ഞാൻ പാലക്കാട് നിന്ന്. പാലക്കാട് അല്ല. എത്ര വർഷമായി സൽമാൻ ഈ ഫീൽഡിലുണ്ട്? 2 വർഷമായി. 2 വർഷമായിട്ട്. ഓക്കെ. ഇവിടേക്ക് വരുന്നതിന് മുൻപ് സൽമാൻ ഏത് ലെവലിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ഡിസ്പ്ലേ, ബാറ്ററി അങ്ങനത്തെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് ലെവൽ 1 ഉള്ള വർക്ക് അല്ലേ? ഓക്കെ. എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിഞ്ഞത്? ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ്റെ ഒരു ഫ്രണ്ടോടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുവഴി ഞാൻ അറിഞ്ഞാണ്. റെഗുലർ ബാച്ച് ആണോ? അപ്ഡേഷൻ ക്ലാസ് ആയിരുന്നു? അപ്ഡേഷൻ ക്ലാസ്. ഏത് ആൻഡ്രോയിഡ് ആണോ ഐഫോൺ? ആൻഡ്രോയിഡ് ആണ്. എവിടെയുള്ള? പാലക്കാട് തന്നെയാണ്. പാലക്കാട് തന്നെ. അപ്പോൾ അവൻ പഠിച്ച അവൻ്റെ അഭിപ്രായം കേട്ടിട്ടാണ് ഇവിടേക്ക് വന്നത് അല്ലേ? അപ്പോൾ ക്ലാസ് ഇന്ന് കഴിയാണ്. എന്ത് തോന്നുന്നു? ഏറ്റവും എടുത്തു പറയേണ്ടത് വെച്ചാൽ സാറാണ് മെയിൻ. അടിപൊളിയായി പഠിപ്പിച്ചു തരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു തരും. ഓക്കെ. അപ്പോൾ വേറെ സുഹൃത്തിൻ്റെ അഭിപ്രായം കേട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആ സുഹൃത്തിനോട് താങ്ക്സ് പറയാൻ തോന്നുന്നുണ്ടോ അതോ? താങ്ക്സ് പറയാൻ തോന്നുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇപ്പോൾ എന്തൊക്കെ വർക്ക് ചെയ്തു ഇവിടെ വന്നേ? പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? IC വർക്ക് ഡബിൾ ഡെക്കർ ചെയ്തു. സക്സസ് ആയോ? സക്സസ് ആയില്ല. ഓക്കെ. പോർട്ട് എടുത്തോ? പോർട്ട് എടുത്തു. ഓക്കെ. ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു ഐസിയെങ്കിലും ചെയ്യലുണ്ടായിരുന്നോ? ഒരു ഐസിയും ചെയ്തിട്ടില്ല. പിന്നെ 2 വർഷം എവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു? 2 വർഷം ദുബായിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇതേ ഫീൽഡ് തന്നെയായിരുന്നു? ഓക്കെ. പഠിച്ച് ക്ലാസ് കഴിഞ്ഞ ഉടനെ കയറിയതാണോ അതോ ട്രെയിനിങ് കഴിഞ്ഞിട്ട് കയറിയതാണോ? ക്ലാസ് കഴിഞ്ഞ ഉടനെ കയറിയതാണ്. 2 വർഷം അവിടെ വർക്ക് ചെയ്ത് തിരിച്ച് അവിടെ വർക്ക് ചെയ്തപ്പോൾ ഏകദേശം മനസ്സിലായി ഈ വർക്ക് കൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല, അപ്ഡേറ്റ് ആവണം എന്ന് ഇതുണ്ടായി അല്ലേ? അപ്പം അങ്ങനെയാണ് ഇവിടെ വന്ന് അപ്ഡേറ്റ് ആയത് അല്ലേ? ഇനിയിപ്പോൾ ഇരുന്ന് വർക്ക് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ഒന്നുകൂടെ കയറാം. തിരിച്ച് അവിടേക്ക് തന്നെ കയറാണോ? തിരിച്ച് അവിടേക്ക് തന്നെ കയറും. ഓക്കെ. ലീവിൽ വന്നതാണോ അതോ? ലീവിൽ വന്നതാണ്. എത്ര ലീവ് ഉണ്ട്? 2 മാസം. ലീവ് കഴിയാറായോ? കഴിയാറായി അല്ലേ? ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. അഫീൽ എവിടെ നിന്നാണ് വരുന്നത്? കാസർഗോഡാണ്. ഓക്കെ. എത്ര വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്? 1 ഇയർ ആയിട്ടുള്ളൂ അല്ലേ? എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്? എറണാകുളത്താണ് വർക്ക് ചെയ്തിരുന്നത്. ഏത് ലെവലിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്? സാധാരണ നോർമൽ വർക്കാണ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് അപ്ഡേറ്റ് ആണെന്ന് തോന്നി. അപ്പോൾ എല്ലായിടത്തും അന്വേഷിച്ചപ്പോൾ DIAT ആണ് കുറച്ചുകൂടി ബെറ്റർ. പഠിപ്പിക്കുന്ന സാറാണേലും ടെക്നീഷ്യൻ തന്നെയാണെന്ന് കൂട്ടുകാരൻ പറഞ്ഞാണ്. അപ്പോൾ അവൻ വഴിയാണ് ഇവിടെ എത്തിയത്. ഓക്കെ. കൂട്ടുകാരൻ ഇവിടെ പഠിച്ച ആളാണോ? അവന് അപ്ഡേഷൻ കോഴ്സ് കഴിഞ്ഞ് പോയതാണ്. അപ്ഡേഷൻ കോഴ്സ് കഴിഞ്ഞാണ്. കാസർഗോഡ് തന്നെയുള്ള ആളാണോ? അല്ലല്ല, അവൻ മലപ്പുറം ഉള്ള ആളാണ്. നിങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്ന ആളാണ്? മുമ്പത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന ആളാണ്. ഓക്കെ. അപ്പം രണ്ടുപേരും ഇപ്പോൾ ഇവിടെ ഒന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? ഇവിടെ വന്നപ്പോഴും എന്താണ് പഠിപ്പിക്കുന്ന സാറ് ഏകദേശം എല്ലാം മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മൾ ഇത്രകാലം ചെയ്തൊക്കെ റോങ് ആണ്, കുറച്ചുകൂടെ എല്ലാ ലെവലായിട്ട് പറഞ്ഞു തരുന്നുണ്ട് സാറ്. അതായത് നമ്മൾ ഇത്രയും കാലം റോങ് ആയിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. എല്ലാ ഐഡിയ കറക്റ്റ് ഐഡിയ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ അപ്ഡേഷൻ ക്ലാസ്സിനാണെങ്കിലും ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു മനസ്സിലൊരു ധാരണ ഉണ്ടാവും. അതായത് ഈ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഡബിൾ ഡെക്കർ CPU ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. CPU മാത്രമാണ്. അത് മാത്രമല്ല, ആ ഒരു രീതിയിലാണ് മനസ്സിൽ കണ്ടിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ വന്ന് നമ്മുടെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ആ ധാരണ മൊത്തം മാറിയില്ലേ? മൊത്തം മാറും. എല്ലാത്തിനും അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യേണ്ടത്. ലൈൻസ് കാര്യങ്ങളെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ നോളജ് മാത്രം അപ്ഡേറ്റ് ആയാൽ പോലെ അതിൻ്റെ കൂടെ നമ്മുടെ ടൂൾസുകൾ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആവണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വർക്കിലെ മാറ്റങ്ങളെല്ലാം എല്ലാം തന്നെ ഓക്കെ ആയിട്ടുണ്ട്. അത് സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. ഇനി ഇയാളുടെ ഫ്രണ്ടാണ് ഇവിടേക്ക് സജസ്റ്റ് ചെയ്തത് അല്ലേ? അതേപോലെ അടുത്ത ഫ്രണ്ടിനെ എവിടേക്ക് സജസ്റ്റ് ചെയ്യുമോ? തീർച്ചയായും സജസ്റ്റ് ചെയ്യാം. 100% ഗ്യാരണ്ടിയോട് കൂടി തന്നെ സജസ്റ്റ് ചെയ്യാം അല്ലേ? ഓക്കെ. താങ്ക്സ് ഫോർ യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക്. ഹായ്, എന്താ പേരെന്താണ്? ഷിഫാസ് എത്ര വർഷമായിട്ട് വരുന്നത്? 10 വർഷമായിട്ട്. അത് 10 വർഷമായിട്ട് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അല്ലേ? എന്തുകൊണ്ടാണ് ഒരു അപ്ഡേഷൻ ക്ലാസ് എടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നത്? ഇത് ബേസിക് നോളജ് എന്ന് പറയാനായിട്ട് ലോ ആയിരുന്നു. ഞാൻ മുമ്പ് ഒരു കോഴ്സൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ഇരുന്നിരുന്ന് വർക്ക് ചെയ്ത് ഉള്ള നോളജ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ നിലവിലുള്ള വർക്കിംഗ് പ്രിൻസിപ്പിളോ എങ്ങനെയാണ് പ്രവർത്തന രീതികളോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ കറക്റ്റ് ടൈമില് ഒരു ആഡ് കണ്ടിട്ടാണ് സുഹൃത്തിന്റെ വേറെ കോണ്ടാക്റ്റിലുള്ള ഒരു സർവീസർ
ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കിട്ടിയ റെഫറൻസ് വെച്ചിട്ടാണ് വന്നത്. ഇപ്പോൾ ഒരുവിധ ആളുകളെല്ലാം ഇവിടുന്ന് മുന്നേ പഠിച്ച ആളുകളുടെ കെയർ ഓഫിലാണ് വന്നതെന്നുള്ളത് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നല്ല ഫീഡ്ബാക്ക് ആണ്, അവർക്ക് നല്ല റിസൾട്ട് ഇവിടെ നിന്ന് കിട്ടിയതുകൊണ്ടാണ് അവരവരുടെ ഫ്രണ്ട്സിനെയും സജസ്റ്റ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. ഇവിടെ വന്ന് അതായത് നിങ്ങൾ ഇതിന് മുന്നേ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ട്രോണിക്സിന്റെ ബേസ് ഉണ്ടായിരുന്നോ? ഇല്ല, ഇലക്ട്രോണിക്സിന്റെ ബേസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇലക്ട്രോണിക്സ് അറിയുമായിരുന്നു, എന്തെങ്കിലും അറിയായിരുന്നോ? നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മാർഗം ഗൂഗിൾ ചെയ്ത് നോക്കുക എന്നുള്ള ആ ഒരു അറിവ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് ഏകദേശം ഇലക്ട്രോണിക്സിനെ കുറിച്ച് കുറച്ചൊരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? വളരെ കുറച്ചാണ്. വളരെ കുറച്ച്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഏകദേശം അപ്പോൾ ആ ഒരു ഇലക്ട്രോണിക്സ് ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? അത് ഓൾറെഡി ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നിങ്ങളുടെ ആഡിൽ ഉണ്ടായിരുന്ന എന്തൊക്കെയാണ് ഇതില് നമുക്ക് പഠിപ്പിച്ചു തരണം എന്നുള്ള ഇതില് നമുക്ക് വേണ്ടത് എന്താണോ അതെല്ലാം അതിലുണ്ടായിരുന്നു. ആവശ്യമുള്ള എന്താണോ അതെല്ലാം അതിലുണ്ടായിരുന്നു. ആ ലിസ്റ്റ് കണ്ടിട്ട് തന്നെയാണ് ആ ലിസ്റ്റിലെ കംപ്ലീറ്റ് കാര്യങ്ങളും അപ്പൊ കിട്ടിയിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. സ്വന്തം ഷോപ്പാണോ? സ്വന്തം ഷോപ്പ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ 10 വർഷമായിട്ട് സ്വന്തം ഷോപ്പിൽ തന്നെയാണോ അതോ? സ്വന്തം ഷോപ്പ് തന്നെയാണ് 10 വർഷമായിട്ട്. വേറെ ടെക്നീഷ്യൻസ് ഉണ്ടോ അവിടെ? ഇപ്പൊ ഒരാൾ ട്രെയിൻ ആയിട്ടുള്ള ഒരാളുണ്ട്. ഓക്കെ, ശരി. ഹായ്, എന്താ പേരെന്താണ്? സജുൽ എവിടെ? സ്ഥലം എവിടെയാണ്? കണ്ണൂരാണ്. ഓക്കെ. എത്ര വർഷമായിട്ട് ഫീൽഡുണ്ട്? 2 വർഷമായിട്ട്. 2 വർഷമായിട്ട് കണ്ണൂർ തന്നെയാണ് വർക്ക് ചെയ്തത്? വേറെ എവിടെയെങ്കിലും? മലപ്പുറം മഞ്ചേരിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ. വേറെ ഒരാളുടെ ഷോപ്പിൽ സർവീസറായിട്ട് വർക്ക് ചെയ്താണ്? അവിടെ സ്വന്തം സർവീസ് സെന്റർ തുടങ്ങിയതാണോ? വേറെ ഒരാൾ ഷോപ്പിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ. എന്താണ് ഇപ്പോൾ ഒരു അപ്ഡേഷൻ വേണമെന്നുള്ള തോന്നാൻ കാരണം എന്താണ്? അത് ഇത്രയും കാലം വർക്ക് ചെയ്യലുണ്ടായിരുന്നു, CPU വർക്കൊക്കെ ചെയ്യലുണ്ട്. പക്ഷേ അത് എന്തിനു ചെയ്യുന്നു, എന്തുകൊണ്ട് ആ കംപ്ലൈന്റ് വരുന്നു എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ബേസിക് നോളജും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ ജയസാറ് മുന്നേ ഒരു കേട്ടറിവുണ്ട്. സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് മെയിനായിട്ട് വന്നതാണ്. ജയസാറാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തത്, അഡ്മിഷൻ എടുത്തത് അല്ല? ഓക്കെ. ഇവിടെ വരുന്നതിന് മുമ്പ് എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ CPU ലെവൽ വർക്കെല്ലാം ചെയ്തു. CPU ലെവൽ സിംഗിൾ ആണോ അതോ ഡബിൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു? ഡബിൾ ഡെക്കർ ചെയ്തിനി, പക്ഷെ സക്സസ് റിപ്പോർട്ട് കുറവായിരുന്നു. അത് എന്തുകൊണ്ടാണ് ആ സക്സസ് റിപ്പോർട്ട് കുറവ് വന്നത് എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ മനസ്സിലായി, അതൊക്കെ ക്ലിയർ ആയി. ഓക്കെ. പിന്നെ CPU ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് CPUവിന്റെ കംപ്ലൈന്റ്സ് തന്നെ ആണെന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം ചെയ്യുന്നതാണോ അതോ ഏകദേശം ചില മോഡൽ നമുക്ക് അറിയാം അത് അപ്പൊ അത് CPU ആയിരിക്കും എന്നുള്ളൊരു ഊഹം വെച്ചിട്ട് അങ്ങെടുത്ത് ചെയ്യുന്നതാണ്? CPU ആണോ അല്ല എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്തിട്ട് അത് ഇന്നോ ഔട്ടൊക്കെ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ട് ചെയ്യുന്നതല്ലായിരുന്നു? ചെറുതായിട്ടൊക്കെ ചെക്ക് ചെയ്യും, പക്ഷെ അതിന്റെ കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ ഇപ്പോഴാണ് കിട്ടിയത്. ഇനി ആ ഒരു ഊഹം വെച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് CPUന്റെ കേസ് എന്ന് പറഞ്ഞല്ല, എല്ലാ സെക്ഷനും കൃത്യമായിട്ട് മനസ്സിലായി. ഇനിയിപ്പോൾ ഏത് കംപ്ലൈൻസ്, ഏതൊരു ഫോൺ ഏത് കംപ്ലൈൻസ് വന്നു കഴിഞ്ഞാലും അതിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാൻ അല്ല. ഇനിയിപ്പോൾ ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ, ഏതൊരു ഫോൺ വന്നു കഴിഞ്ഞാലും അതിന്റെ കംപ്ലൈൻറ്റ്സ് എന്താണെന്ന് അറിയാതെ റിട്ടേൺ വിടേണ്ട ഒരു ഓപ്ഷൻ ഇനി ഇല്ല. നമ്മുടെ കയ്യിൽ ഫൈനലായിരിക്കും. ഓക്കെ. സാറ്റിസ്ഫൈഡ് ആണ്? 100% സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. എന്താ പേരെന്താണ്? എൻ്റെ പേര് അരുൺജിത്ത്. അരുൺ എവിടെയാ സ്ഥലം? എവിടെ? ഞാൻ തൃശ്ശൂരാണ്. ഓക്കെ. എത്ര വർഷമായിട്ട് ഫീൽഡുണ്ട്? ഞാൻ 1 ഇയർ ആയിട്ടുള്ളൂ. ഓക്കെ. ഈ ഒരു വർഷം എന്ത് വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഏത് ലെവലാണ് വർക്ക് ചെയ്തത്? ചെറിയ വർക്കുകൾ, ബാറ്ററി ചെറിയ വർക്കുകൾ ചെയ്യാറ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ. എന്തുകൊണ്ടാണ് ഒരു അപ്ഡേഷൻ വേണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്? ചെറിയ വർക്ക് മാത്രമല്ലല്ലോ, വലിയ വർക്കുകളുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് പറഞ്ഞത്, നല്ലൊരു സാറാണ്. അപ്പോൾ നിലവിലുള്ള ബേസിക് വർക്ക് കൊണ്ട് മാത്രം ഇരുന്നിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അപ്ഡേഷനിലേക്ക് മാറിയത് അല്ലേ? ആ ഫ്രണ്ടാണ് ഇവിടേക്ക് സജസ്റ്റ് ചെയ്തത് അല്ലേ? ഫ്രണ്ട് എവിടെ ഇതിനു മുമ്പ് ഇവിടെ കോഴ്സ് കഴിഞ്ഞ ആളാണോ അതോ അപ്ഡേഷൻ വന്ന ആളാണ്? അപ്പോൾ ഇതിൽ ഒരുവിധം എല്ലാവരും തന്നെ ഒരു 90% ആളുകളും ഇവിടെ കഴിഞ്ഞ ആളുകളുടെ കെയർ ഓഫിൽ വന്ന ആളുകൾ അവർ സജസ്റ്റ് ചെയ്ത് വന്നതാണെന്നുള്ളത് അറിയുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ക്ലാസ് അത്രയും സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങളെല്ലാവരും കഴിഞ്ഞ് പോയ ആളുകളൊക്കെ ഓക്കെ ആയത് ആ ഒരു ഇതിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഫ്രണ്ട്സിൻ്റെ ഇതിലും ഇവിടെ പഠിച്ച ആളുകളുടെ കെയർ ഓഫിലും ഇവിടേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് ഓക്കെ ആണ് എന്നുള്ളതാണ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്ര ഒരു ഫീഡ്ബാക്ക് തന്നാൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ. ഇനി നിങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങളുടെ ഫ്രണ്ട്സും ഇവിടേക്ക് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു 10 ദിവസത്തെ ക്ലാസ് ഇത് ഇവിടെ കൊണ്ട് തീരുന്നില്ല. അറിയാലോ നമ്മുടെ കോഴ്സിൻ്റെ വാലിഡിറ്റി എത്രയുണ്ട്?
6 മാസം വാലിഡിറ്റി ഉണ്ട് അല്ലേ? ഈ 6 മാസത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് സെക്ഷൻ ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വീണ്ടും ഇവിടെ വന്ന് റീജോയിൻ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് വേണമെങ്കിൽ ഇൻഡിവിജ്വലി വരാം, 1-2 ആൾക്കാർ ഒരുമിച്ച് വരണം, അങ്ങനെ വരാം. അതെങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇവിടേക്ക് വീണ്ടും വരാം. ഓക്കെ, അത് സാറിനെ വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം വരിക എന്നുള്ളത്. കാരണം സാറിനെ ഒഴിവ് നോക്കിയിട്ട് വേണം വരാൻ. അപ്പോൾ ഏത് സെക്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് വീണ്ടും വന്നതിന് ചെയ്യാം. പിന്നെ ഇന്നത്തോടെ ഒരു ഇതായിട്ട് നമ്മളിവിടെ എന്ന് ജോയിൻ ചെയ്തോ അന്ന് തൊട്ട് നിങ്ങൾ DIAT ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫാമിലിയിലെ ഒരു അംഗമാണ്. ഇനി മുന്നോട്ട് സപ്പോർട്ടുകളും നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് സപ്പോർട്ടുകളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക്.